ഹലോ ഫ്രണ്ട്സ്, ശരിക്കും നിങ്ങൾ ആരാണ്? എൻ്റെ പൊന്നു കുഞ്ഞ്, അതാ എനിക്ക് ഇപ്പോൾ അറിയാൻ മേലാത്തതുണ്ട്. ഈ ലൈവിനകത്ത് വന്ന് എനിക്ക് പോലും അറിയത്തില്ല ഞാൻ ആരാന്ന്. അതുപോലെ തന്നെ ഈ ലൈവിലും ഇരിക്കുന്നവർക്കും ആരാന്ന് അറിയത്തില്ല. അതുപോലെ ഈ എഴുതി വെച്ച നിനക്കും അറിയാൻ വയ്യാണ്ടായിപ്പോയി നീ ആരാന്ന്. ഇപ്പോൾ ആർക്കും അറിയത്തില്ല പരസ്പരം അവനവൻ ആരാന്ന്. പേര് പോലും മറന്നുപോയി. കഴിഞ്ഞ ആൾക്കാരുടെ പിന്നാലെയാണ് ഈ ചെക്കന്മാര് നടക്കുന്നത്. ഈ പതി എന്തിന് എന്റെ കസിൻസ് തന്നെ പറയുന്നത് എന്നോട്, ഞങ്ങൾ കല്യാണം കഴിക്കണമെങ്കിൽ പ്രായമായ കുറച്ച് ആന്റിമാരിനെ ഞങ്ങൾക്ക് ഇഷ്ടം, ആന്റിമാര് മതി, ആന്റിമാരുടെ കല്യാണം കഴിച്ചാൽ മതി ഇവരോട് പറയും. നിങ്ങൾ പറഞ്ഞത് നിങ്ങൾക്ക് നാണമില്ല ഇങ്ങനെ ഒന്ന് പറയാൻ? ഞങ്ങളുടെ രജിസ്റ്റർ മാരേജ് ഒക്കെ ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്, നിങ്ങളോട് പറയാണ്ടിരുന്നതാണ്. ഇപ്പൊ എല്ലാം കഴിഞ്ഞതിന് ശേഷം ഫുള്ളായിട്ട് പറയാന്ന് വിചാരിച്ചു. നിനക്കുള്ള മറുപടി ഞാനിപ്പോ തരാം. ഇപ്പോൾ നിക്കാഹ് കഴിഞ്ഞു, എൻഗേജ് എന്താ പറയാ, മെഹറിട്ടു, എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സത്യത്തിൽ എനിക്ക് പറയാനുള്ളത്, ഞാൻ കല്യാണമേ കഴിച്ചിട്ടില്ല. ഒന്നാമത്തെ കാര്യം, ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. പിന്നെ കല്യാണം കഴിച്ചു കൂതറ എടി തെണ്ടിപ്പട്ടി നാറി. ഇനി വിധവ എന്നുള്ളത് പറയണ്ട. എന്തിനാ ഇങ്ങനെ വിധവ പറയുന്നത്? ഇപ്പൊ വിധവയല്ല, അപ്പൊ വേറെ എറിയും നിന്നെ ഇങ്ങോട്ട് കൊണ്ടാക്കാനായിട്ട് കയറി വന്നിട്ട് കൊണച്ച വർത്തമാനം പറയല് കേട്ടോ. മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ശേഷം കല്യാണം കഴിക്കണം പറഞ്ഞിട്ട് ഒരുപാട് ശല്യങ്ങൾ എനിക്ക് വന്നിട്ടുണ്ടായിരുന്നു, കോൾസും കാര്യങ്ങളും. എത്ര പറഞ്ഞിട്ട് മനസ്സിലാവാത്ത കുറച്ച് പേരുണ്ടായിരുന്നു. എല്ലാവർക്കും തൊലിച്ചു വെച്ചതുപോലെ അറിയാം, എല്ലാവർക്കും അവളെ എങ്ങോട്ടെ അവൾ എന്നെ പെണ്ണുമ്പിള്ളേന്ന് വിളിക്കുന്നത്. നീ നിങ്ങൾക്ക് മാത്രമായിട്ട് സംസാരിക്കാനും നിങ്ങൾക്ക് മാത്രമായിട്ട് കാണാനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തിനാണ് ഈ അക്കൗണ്ട് എടുത്തത്? ഐ ഡി തപ്പി വേറെ വല്ലവരും ഇങ്ങനെയൊന്നും അല്ലായിരുന്നു അച്ഛാ. ആദ്യമേ എന്നെ പച്ചയ്ക്ക് മുഖത്തൊക്കെ തള്ളക്കി വിളിച്ചോണ്ടിരുന്നതാ. ഇപ്പൊ ഇത്രയെങ്കിലും ശരിയായില്ലേ? നിങ്ങളുടെ ഐ ഡിയിലോട്ട് ചെല്ലണം. അതിനുവേണ്ടി അവള് അതിന് എന്റെ കോണത്തിനകത്തോട് കയറി അങ്ങ് വലിയ ആളാവാൻ കളിക്കുക. ഇങ്ങോട്ട് പഴുത്ത ജന്മം സ്വബോധത്തോട് ചിന്തിക്കുമായിരേ. ഇത് ഞാൻ പലപ്പോഴും നിന്നോട് പറയണമെന്ന് വിചാരിച്ചത്, പക്ഷേ അന്നൊക്കെ ഞാനത് കൺട്രോൾ ചെയ്തു. അയ്യോ, എന്ത് കമന്റ് ഇട്ടാലും നിങ്ങൾ എന്നെ എന്ത് മോശം വിചാരിച്ചാൽ, ഒരു പെണ്ണിന് ഇത്രയൊക്കെ രൂപ അയച്ചു തരാന്ന് പറഞ്ഞാൽ ഏത് പെണ്ണും കൈ നീട്ടി വാങ്ങിക്കും. ഇപ്പൊ ജസ്റ്റ് താരങ്ങൾ കാശ് വാങ്ങുന്നുണ്ട്, പക്ഷെ അവർക്ക് അതുപോലെ തന്നെ ചെലവുണ്ട്. അതെന്താ ആരും മനസ്സിലാക്കാത്തത്? സത്യം പറയാലോ, ഒരു മാസം തട്ടി മുട്ടി ജീവിച്ചു പോണെങ്കിൽ തന്നെ ഒരു 1.5 കോടി രൂപ വേണം. ചില മാസങ്ങളിൽ 2 വരെ പോവും. അതേത് വന്നേക്ക് നശിച്ച നാറി, നീ നശിച്ചു പോകത്തുള്ളൂ. മനസ്സിലായോടോ? അല്ല, വൃത്തികെട്ട നാറി. കോപ്പില് വർത്തമാനം വന്ന് പറഞ്ഞു കേട്ടില്ലയോ? 3 ലക്ഷം രൂപ അയാളുടെ വാങ്ങിച്ചിട്ടുണ്ട് പറഞ്ഞാലേ അവിടെ വന്നേക്ക് നശിച്ച നാറി, നീ നശിച്ചു പോകത്തുള്ളൂ. ഒരു യൂട്യൂബറാണ്, അപ്പൊ അവൾക്കും ആലോചിച്ചൂടെ ഇങ്ങനത്തെ ഉള്ള ആൾക്ക് വ്യക്തികളുടെ അടുത്തൊക്കെ പൈസ മേടിച്ചു വരണം. ഇതിനേക്കാളും നല്ല ഉയർന്ന പദവിയിലാണ് ഞാനിപ്പോ ഇരിക്കുന്നത്. ഒരാളുടെ ഭാര്യയാണ്. അപ്പൊ അത്രയൊക്കെ പറയാനുള്ളൂ. ഓക്കെ, ബൈ, അസ്സലാമു അലൈക്കും. നീ കഴിവുകൾ എന്റെ കാല് വെച്ച് നിന്റെ തലയിലോട്ടൊരു ചവിട്ട് തന്നാൽ നീ അവിടെ ഇരുന്ന് പതുങ്ങി പോകത്തേ ഉള്ളൂ എന്ന് എനിക്ക് തൊലിഞ്ഞ ഒരു മോദം വെച്ചോണ്ട് നിന്റെ നിങ്ങൾ നേരിട്ട പ്രശ്നങ്ങളാകാം നിങ്ങളെ ഈ അവസ്ഥയിലാക്കി.